നമസ്കാരം. ഏറ്റവും അധികം മലയാളികൾ ജോയിൻ ചെയ്യുന്നൊരു കോഴ്സ് നേഴ്സിംഗ് ആണ്. നമുക്കറിയാം, ഇടക്കാലത്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും നേഴ്സിംഗ് പഠിച്ചാൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് പോയി ജോലി ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആളുകൾ നേഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നു. നേഴ്സിംഗ് പഠിച്ചാൽ ജോലി ഉറപ്പാണ് എന്ന വിശ്വാസമാണ്. തൽക്കാലം നേഴ്സിംഗ് മേഖലയിൽ വലിയ പ്രതിസന്ധികളുണ്ട്. നേഴ്സുമാരുടെ സമരം നടക്കുന്നു മിനിമം സാലറിക്ക് വേണ്ടി. അമേരിക്കയും ബ്രിട്ടനുമൊക്കെ നേഴ്സുമാരെ എടുക്കുന്നത് നിർത്തിവെച്ചു. എന്നിരുന്നാലും ഇതൊക്കെ താൽക്കാലിക പ്രതിഭാസമാണ്. ലോകത്തെല്ലായിടത്തും നേഴ്സുമാരെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ നേഴ്സാവുന്നത് ജോലി ഉറപ്പായതുകൊണ്ട് ആളുകൾ ആ കോഴ്സിലേക്ക് പോകുന്നു. പണ്ടൊക്കെ നേഴ്സിംഗ് പഠിക്കാൻ ധാരാളം സ്വകാര്യ നേഴ്സിംഗ് കോളേജുകൾ കർണാടകയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിനൊക്കെ നിയന്ത്രണങ്ങൾ വന്നു. അത്ര എളുപ്പത്തിൽ പൊട്ടിമുളച്ചു വന്ന നേഴ്സിംഗ് കോളേജുകളിൽ പഠിക്കുക സാധ്യമല്ല. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ പങ്കെടുത്ത് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടൂ. എന്നാൽ നേഴ്സിംഗ് അഡ്മിഷന് സമയമാവുമ്പോൾ നേരത്തെ മുതൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിരുന്ന ഏജന്റുമാർ രംഗത്തെത്തും ആളുകളെ പറ്റിക്കാൻ. ഇത്തരം ചതിക്കുഴികളിൽ വീണു പോകരുത്. ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ സെൻറ് ജോൺസിൻ്റെ ഭാഗമായി നടത്തുന്ന സെൻറ് ജോൺസ് നേഴ്സിംഗ് കോളേജിൻ്റെ പേരിൽ ഒരു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സെൻറ് ജോൺസിൽ അഡ്മിഷൻ ഉറപ്പാണ്, 5 ലക്ഷം രൂപ വരെ കൊടുക്കണം എന്ന് പറഞ്ഞ് പലരും സന്ദേശങ്ങൾ അയക്കുന്നു. ഇത്തരം സന്ദേശങ്ങൾ പലതും സെൻറ് ജോൺസ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരാണ് എന്നോട് ഇക്കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം, ഞങ്ങൾ പൂർണ്ണമായും കർണാടക സർക്കാരിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് അഡ്മിഷൻ കൊടുക്കുന്നത്, അതുകൊണ്ട് ആരെങ്കിലും ഈ ചതിയിൽ വീണുപോയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ജനത്തെ അറിയിക്കണമെന്ന് പറഞ്ഞത്. തൃശ്ശൂരിലുള്ള എഡ്യൂനോർത്ത എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ സെൻറ് ജോൺസിൽ അഡ്മിഷൻ വാങ്ങിത്തരാം, അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ സെൻറ് മാർത്താസ് അടക്കം മറ്റ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിത്തരാമെന്ന് പരസ്യം ചെയ്തുകൊണ്ട് രംഗത്തിറങ്ങിയത്. ആ പരസ്യം ആദ്യം കാണുക. നിങ്ങൾ ബാംഗ്ലൂരിലെ ടോപ്പ് മെഡിക്കൽ കോളേജായ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നോക്കുന്നവരാണോ? BSc നഴ്സിംഗ്, ഫിസിയോതെറാപ്പി കൂടാതെ മറ്റ് അലൈഡ് ഹെൽത്ത് കോഴ്സസ് ചെയ്യാൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമാണിത്. അതുപോലെ തന്നെ ഈ സെയിം കാറ്റഗറിയിൽ വരുന്ന ടോപ്പ് കോളേജസ് ആയ സെന്റ് മാർത്താസ് ബാംഗ്ലൂർ, സെന്റ് ഫിലോമിനാസ് ബാംഗ്ലൂർ, നാരായണ ഹൃദയാലയ ബാംഗ്ലൂർ, ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ് മംഗലാപുരം, ഇത്തരത്തിലുള്ള ടോപ്പ് മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലിലും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ ഓഫീസ് വരുന്നത് തൃശ്ശൂർ കിഴക്കേക്കോട്ടയിലും ഇരിഞ്ഞാലക്കുടയിലുമാണ്. താങ്ക് യു. പലരും ഈ ഏജൻസിയിലേക്ക് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഉണ്ടോ എന്ന്. അവർ പറയുന്നത് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുന്നു, 5 ലക്ഷം രൂപയാണ് ഫീസ് എന്നാണ്. സെന്റ് ജോൺസിൽ കിട്ടും മാം. BSc നഴ്സിംഗിന് തന്നെയല്ലേ? നമുക്കൊരു 90% എന്തായാലും വേണം മാർക്ക്. ഇപ്പൊ +1 തന്നെ 85 ഉണ്ടല്ലോ, +2 എന്തായാലും അതിനേക്കാളും കൂടുതലല്ലോ അല്ലേ? അതേപോലെ നമ്മൾ റെക്കമെൻഡേഷൻ സീറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെന്റ് ജോൺസിലും അതേപോലെ മുള്ളേഴ്സിലൊക്കെ. സെന്റ് ജോൺസിൽ BSc നഴ്സിംഗ് ആണെങ്കിൽ നമുക്ക് 9 lakhs ആണ് ടോട്ടൽ ഫീസ് വരുന്നത്, 9 lakhsന്റെ അടുത്ത് വരുന്നത്. പിന്നെ നമുക്ക് റെക്കമെൻഡേഷൻ സീറ്റ് ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റിലേക്ക് നമുക്ക് സെന്റ് ജോൺസിൽ ഒരു 2.5 കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെയാണ് ഫീസ് വരുന്നത്. BScയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 9 lakhsന്റെ അടുത്താണ്. ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നമുക്ക് റെക്കമെൻഡേഷൻ സീറ്റ് ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റിലേക്കാണ് 2.5 നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ 2.5 കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കൺഫേം ആയിരിക്കും. പിന്നെ നമ്മൾ ഈ 2.5ന്റെ ഒരു ചെക്കും കൂടെ തരും, നമ്മുടെ ഓണറിന്റെ പേരിലുള്ള ബ്ലാങ്ക് ചെക്കും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അഡ്മിഷൻ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ബാക്കി എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് തരുന്നതാണ്. ഇത്തരത്തിൽ പലയിടങ്ങളിലും ഈ ഏജന്റുമാർ പ്രലോഭനം വാഗ്ദാനം നൽകുന്നതിനെ തുടർന്ന് അത്തരം പല സന്ദേശങ്ങളും പലരും നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അയച്ചു കൊടുക്കുന്നു. അതിൽ ചിലത് അവർ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങളെ ഇത് നമ്മുടെ അനിയന്റെ മോൾക്ക് വന്ന ഇത് മെസ്സേജാണ്. ഇതിൽ എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. അവള് കർണാടക അത് എഴുതാനായിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, എൻട്രൻസ് എക്സാം. അതുകൊണ്ട് സെന്റ് ജോൺസിൽ കിട്ടിയായിരുന്നു വിചാരിച്ച് ഞാൻ വേറെ സ്ഥലത്തൊക്കെ നോക്കി. നമുക്ക് മുള്ളേഴ്സ് കിട്ടാൻ, മുള്ളേഴ്സിനും അവര് ഈ പുള്ളിക്കാരത്തി പറയുന്നത് 9 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അവിടെ മാനേജ്മെന്റിന് കൊടുക്കണം എന്നൊക്കെ ഏതാണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇതിന്? ഞാൻ പറഞ്ഞ അങ്ങനെ സെന്റ് ജോൺസ് ഒരിക്കലും ടെസ്റ്റ് എഴുതി അവിടെ മാത്രമേ കൂടുള്ളൂ, മാനേജ്മെന്റിലേക്ക് അങ്ങനെ ഒരു ഇതില്ലെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്തെങ്കിലും വാസ്തവമുണ്ടോ നിങ്ങള്? ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സെന്റ് ജോൺസിലെ സിസ്റ്റർമാർക്ക് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ബാംഗ്ലൂരിലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ പൂട്ടാനുള്ള വഴി നോക്കിക്കോ. അല്ലെങ്കിൽ അവിടെ ഒരു കംപ്ലൈന്റ് എങ്കിലും കൊടുത്തിട്ടിട്ട് ഇവരെ വിളിപ്പിച്ച് വരുത്തി പിടിപ്പിക്കാനുള്ള ഏർപ്പാട് നോക്കിക്കോ. കാരണം ഇവരൊക്കെ അവരുടെ കയ്യിൽ നിന്നും 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ മേടിക്കുന്നുണ്ടെന്നുള്ള അറിവ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല
പരീക്ഷ എഴുതാൻ വരുമ്പോ ഇവര് പിള്ളേരുകളെ കോളേജ് കാണിക്കുക എന്നുള്ള വ്യാജാന ഇതൊക്കെ കൊണ്ടുപോയി കാണിച്ച് നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ ക്യാമ്പസ്, നമ്മുടെ ക്യാമ്പസ് അല്ല ഉദ്ദേശിച്ച, അവിടുത്തെ നമ്മുടെ സെന്റ് ജോൺസ്, സെന്റ് മാർത്താസ്, ഫിലോമിനാസ് ഒക്കെ കാണിച്ചിട്ട് പൈസ മേടിക്കാനുള്ള പരിപാടികൾ ഉണ്ടെന്ന് 1-2 പേരൻസ് നമ്മളെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അവരെന്നോട് ചോദിക്കുക അങ്ങനെ കിട്ടുമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അവിടെ പരീക്ഷയിലൂടെ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അവിടെ ആ സെന്റ് ജോൺസിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് ഫോർവേഡ് ചെയ്തിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്ത് പൂട്ടാളത് ഇപ്പൊ തന്നെ പൂട്ടിയേക്ക്. ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു കുളം തോണ്ടും. കാരണം ഈ കൊല്ലം എൻട്രൻസ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ പലരും കുറവാ. അപ്പൊ പലരും സെന്റ് ജോൺസ് രജിസ്റ്റർ ഓപ്ഷൻ പോലും കൊടുക്കില്ല, കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെയാണ് ഇവരുടെ ഓപ്ഷൻ കൊടുപ്പിച്ചിട്ട്, ഇവരുടെ കാൻഡിഡേറ്റിന് ഓപ്ഷൻ കൊടുപ്പിച്ചിട്ട് കിട്ടിക്കഴിയുമ്പോൾ പറയും ഞങ്ങൾ വഴി കിട്ടിയതാണ്. ഇത് പൂർണ്ണമായും തെറ്റാണ്. മാനേജ്മെന്റ് കോട്ടയിൽ പോലും അഡ്മിഷൻ എടുക്കാത്ത സ്ഥാപനമാണ് സെന്റ് ജോൺസ്. പൂർണ്ണമായും കർണാടക സർക്കാർ നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റിന്റെ ഭാഗമായി മാത്രം അഡ്മിഷൻ കൊടുക്കുന്നു. ടെസ്റ്റ് എടുത്താൽ ആളുകൾ ഓപ്ഷൻ കൊടുക്കുന്നു, അതിൽ റാങ്കിൽ മുമ്പിൽ വരുന്നവരെ ഇങ്ങോട്ട് അലോട്ട് ചെയ്യുന്നു, അത്രയും പേർക്ക് അഡ്മിഷൻ കൊടുക്കുന്നു. ഒരാൾക്കും നേരിട്ട് അഡ്മിഷൻ കൊടുക്കുന്നില്ല. കർണാടകയ്ക്ക് പുറത്തുള്ളവർക്ക് 1,40,000-ഉം കർണാടകയിലുള്ളവർക്ക് 1,00,000-ഉമാണ്. ഈ 1,40,000 ഉണ്ടായിരുന്നപ്പോൾ 1.25 ലക്ഷമൊക്കെ വാങ്ങി മെറിറ്റ് തെളിയിച്ചിട്ടുള്ള, അവരുടെ യോഗ്യത നിലനിർത്തിയിട്ടുള്ള സ്ഥാപനമാണ് സെന്റ് ജോൺസ്. ഒരാളെയും അവർ നേരിട്ട് അഡ്മിഷൻ എടുക്കുന്നില്ല. ഈ എൻട്രൻസ് പാസ്സായി ലിസ്റ്റിൽ വരുന്നവരെ മാത്രമാണ് എടുക്കുന്നത്. ആരെങ്കിലും ഇത്തരം ഏജൻസികളെ തെറ്റിദ്ധരിച്ച് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പണം നഷ്ടപ്പെടുത്തേ ഉള്ളൂ, അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. കാലം ഒരുപാട് മാറി. ഇപ്പോൾ കർണാടകയിൽ പോയി ടെസ്റ്റ് എഴുതി ആ ടെസ്റ്റിൻ്റെ യോഗ്യത അനുസരിച്ച് അഡ്മിഷൻ കിട്ടുന്നു. ഒരുപക്ഷെ മാനേജ്മെൻറ്റ് കോട്ടയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ വാങ്ങിക്കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ സെൻറ്റ് ജോൺസ് പോലുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെ എന്തായാലുമില്ല. ഈ ചതിയിൽ ആരും വീണു പോവരുത്. സെൻറ്റ് ജോൺസ് നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു മാത്യു മറുനാടനോട് പറഞ്ഞതുകൂടി കേൾക്കുക. എല്ലാവർക്കും നമസ്കാരം. സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂരിന്റെ പ്രിൻസിപ്പലാണ് സംസാരിക്കുന്നത്. സെന്റ് ജോൺസിലേക്ക് BSc നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ശ്രദ്ധയ്ക്കു വേണ്ടി 1-2 കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന സ്ഥാപനം പ്രാവീണ്യവും മൂല്യങ്ങളും നിറഞ്ഞ നഴ്സുമാരെ വാർത്തെടുക്കുന്ന സമ്പന്ന പാരമ്പര്യത്തിനുടമയാണ്. ഈ സ്ഥാപനത്തിന്റെ അഡ്മിഷൻ പൂർണ്ണമായും സുതാര്യവും മെറിറ്റ് അടിസ്ഥാനവുമാണ്. കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ കീഴിൽ നടത്തുന്ന കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അതേ അതോറിറ്റിയുടെ ഔദ്യോഗിക അലോട്ട്മെന്റ് വഴിയാണ് സെന്റ് ജോൺസിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഫീസിന്റെ കാര്യത്തിലും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിരക്കുകൾ മാത്രമാണ് ഈടാക്കുന്നത്. മുൻ വർഷങ്ങളിൽ സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ നിന്നും കുറവായ ഫീസാണ് ഈടാക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നിശ്ചിത ഫീസ് തന്നെയാണ് ഈടാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി സെന്റ് ജോൺസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നിരുന്നാലും സെന്റ് ജോൺസിൽ അഡ്മിഷൻ ലഭ്യമാക്കാമെന്ന് തെറ്റായി അവകാശപ്പെടുന്ന ചില ഏജൻസികളും ഏജന്റുകളും മധ്യസ്ഥരും പ്രവർത്തിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സെന്റ് ജോൺസിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായി യാതൊരു ഏജന്റിനെയോ ഏജൻസിയെയോ മധ്യസ്ഥരെയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം വ്യാജ വാഗ്ദാനങ്ങളിൽ വീഴാതെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ജാഗ്രത പാലിക്കുക. നന്ദി.